വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി വീട് വെച്ച് നൽകാമെന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയത് വൻ സാമ്പത്തിക തട്ടിപ്പാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സംസ്ഥാന വ്യാപകമായി നടത്തിയ ഫണ്ട് പിരിവിലൂടെ കുറഞ്ഞത് 5 കോടി രൂപയെങ്കിലും ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ വെറും 88 ലക്ഷം രൂപ മാത്രമേ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ വിവിധ മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ തുക കണക്കുകൂട്ടുമ്പോൾ രാഹുലിന്റെ ഈ വാദം തെറ്റാണെന്ന് തെളിയും. മുണ്ടക്കൈയിൽ 8 ലക്ഷം രൂപയുടെ 30 വീട് നിർമ്മിക്കാൻ സംസ്ഥാന കമ്മിറ്റി പിരിച്ചെടുക്കുന്ന 2.4 കോടി രൂപയും സ്പോൺസർഷിപ്പ് തുകയും ഉപയോഗിക്കാം എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പറഞ്ഞത്. ഓരോ മണ്ഡലം കമ്മിറ്റിയും 2 ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കുകയും ചെയ്തു. പണം പിരിച്ചു തരാത്ത നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റുമെന്നും പറഞ്ഞിരുന്നു. അതോടെ കേരളത്തിലെ ഭൂരിപക്ഷം കമ്മിറ്റികളും ഈ പണം നൽകി. ചില കമ്മിറ്റികൾ ഈ പറഞ്ഞതിലും കൂടുതൽ തുകയാണ് പിരിച്ചു നൽകിയത്. കോഴിക്കോട് സൗത്ത് അസംബ്ലി കമ്മിറ്റി ബിരിയാണി ചലഞ്ചിലൂടെ 4.5 ലക്ഷത്തോളം രൂപയാണ് പിരിച്ചു നൽകിയത്. കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി 3 ലക്ഷം രൂപയും വടകര മണ്ഡലം കമ്മിറ്റി 2.5 ലക്ഷം രൂപയും പിരിച്ചു നൽകി. ഇരിക്കൂർ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റികൾ 2 ലക്ഷം വീതമാണ് പിരിച്ചത്. ഈ 5 കമ്മിറ്റികൾ മാത്രം നൽകിയ തുക കണക്കുകൂട്ടുമ്പോൾ 15.5 ലക്ഷം രൂപ വരും. അങ്ങനെ 140 മണ്ഡലം കമ്മിറ്റികൾ ശരാശരി 2.5 ലക്ഷം രൂപ വീതം പിരിച്ചെടുത്താൽ 3.5 കോടി രൂപ കഴിയും. ഇതിനു പുറമെ KSU ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകൾ വഴിയും പിരിവ് നടത്തുന്നുണ്ട്. അടൂരിൽ KSU പ്രവർത്തകർ 2 ലക്ഷം രൂപ നൽകിയ വിവരം സംസ്ഥാന പ്രസിഡന്റ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിൽ 5 കോടി രൂപയെങ്കിലും സംസ്ഥാന കമ്മിറ്റി ആകെ പിരിച്ചെടുത്തതായാണ് വിവരം. എന്നാൽ ഇത്രയേറെ പണം പിരിച്ചിട്ടും മുണ്ടക്കൈയിൽ ഒരു വീടിനും തറക്കല്ല് പോലും ഇടാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഈ ഫണ്ട് തട്ടിപ്പ് പുറത്തായപ്പോൾ ഭവന പദ്ധതിക്കായി ഭൂമി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയെന്നൊരു പച്ചക്കള്ളമാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു കത്തും ഇല്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഈ ഫണ്ട് പിരിവ് സംഘടനയ്ക്ക് വലിയ നാണക്കേടായെന്ന് ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന രാഷ്ട്രീയ പരിശീലന ക്യാമ്പിൽ വിമർശനമുണ്ടായത്. പിരിച്ച പണത്തിന്റെ കണക്ക് അവതരിപ്പിക്കാൻ ഇടുക്കിയിൽ നിന്നുള്ള പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. 88 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടിയും നൽകി. വലിയ പദ്ധതിയായിട്ടും സംഘടനാ റിപ്പോർട്ടിൽ ഇതുവരെ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് നൽകിയിട്ടില്ല എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധികളാണ് ക്യാമ്പിൽ വിഷയം ആദ്യം ഉയർത്തിയത്. അതിന് പിന്നാലെ മറ്റു ജില്ലകളിലെ ആളുകളും ഇത് ഏറ്റെടുക്കുകയായിരുന്നു. 30 വീടുകൾ വാഗ്ദാനം ചെയ്ത് ഫണ്ട് പിരിച്ച് പക്ഷേ അക്കൗണ്ടിൽ കാശില്ല. ഉള്ളത് വെറും 88 ലക്ഷം മാത്രം. കണക്കുകൾ പ്രകാരം പിരിച്ചത് 5 കോടിയോളം രൂപയാണ്. അപ്പോൾ ബാക്കി പണം എവിടെയാണ്? പണം പിരിക്കാൻ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്തവർ തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ മറുപടിയില്ലാതെ നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. ദുരന്തബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന പേരിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിനെതിരെ പോലീസിൽ പരാതിയും വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കെതിരെയാണ് ഈ പരാതി. അമ്പലപ്പുഴയിൽ നിന്നും വയനാടിനായി പിരിച്ച പണവും നേതാക്കൾ മുക്കിയെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ തട്ടിപ്പ് വിഷയത്തിൽ നേതാക്കൾക്ക് ഇതുവരെ മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞിട്ടുമില്ല. ദുരന്ത നിവാരണ ഫണ്ട് ഒരു ദുരന്തമായി മാറുമ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പഴയ പോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്.